കേരളത്തിൽ നടപ്പിലാക്കിയ വിവിധ ഹരിത പദ്ധതികളെ കുറിച്ച് നോക്കാം. തരിശുഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ച് കേരളത്തിൽ വനവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് പച്ചത്തുരുത്ത്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ലയായി തിരുവനന്തപുരവും അതുപോലെ തന്നെ രണ്ടാമത്തെ പച്ചത്തുരുത്ത് ജില്ല വയനാടും കരസ്ഥമാക്കി. സംസ്ഥാനത്ത് പച്ചത്തുരുത്ത് സൃഷ്ടിക്കുന്ന ആദ്യത്തെ പോലീസ് സ്റ്റേഷനായി വാമനപുരം ബ്ലോക്കിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ മാറി. സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭകരമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് നമ്മുടെ മരം. വനംവകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പരിപാടിയാണ് എന്റെ മരം. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി മത്സ്യബന്ധന വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഹരിത തീരം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് വഴിയോരത്തണൽ. വനവിഭവങ്ങൾ സമാഹരിച്ചു വിപണനം ചെയ്യുന്ന പദ്ധതി വനശ്രീ. കേരളത്തിലെ വനേതര മേഖലയുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യത്തിനും വേണ്ടി ഗ്രാമീണ ജനതകളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി. ഇതിൽ ഈ ഗ്രാമഹരിത സമിതി ആദ്യമായി രൂപീകരിച്ചത് മരുത്തി ഹില്ലാണ്. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് എന്റെ മരം. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതി സഞ്ജീവനി വനം. പരിസ്ഥിതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനും കുട്ടികളെ അതിൽ സംരക്ഷരാകാൻ പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് തണൽ 2020. വനമഹോത്സവത്തിന്റെ ഭാഗമായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാവനം. ഈ പദ്ധതിയിൽ വിദ്യാലയങ്ങളുടെ ചുരുങ്ങിയ സ്ഥലത്ത് വനങ്ങളോട് സാദൃശ്യമുള്ളതും ജൈവ വൈവിധ്യവുമുള്ള മരങ്ങളുമാണ് നട്ടുപിടിപ്പിക്കുന്നത്. വിദ്യാവനം പദ്ധതി ആദ്യമായി ഉദ്ഘാടനം ചെയ്ത സ്ഥലം അടൂരാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.